In your quotation, you wrote to us that you are ready to supply slaughtered angels. Please note that Yes, sir. we require not slaughtered angels, but slaughtered angels. വടക്കേ ഇന്ത്യക്കാരുടെ ഒരു ഇംഗ്ലീഷേ സാഹിബ് ഇത് വായിച്ചാൽ തൂങ്ങിച്ചാവും. Excuse me, sir. ആ ഞാനൊരു ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. ഒരു വടക്കേ ഇന്ത്യക്കാരൻ ഓട്ടയിട്ട മാലാഖമാരെ നമുക്ക് സപ്ലൈ ചെയ്യാത്ത. ഈ കത്തൊന്ന് വായിച്ചു നോക്ക്. എണീക്കൂ. എന്തിന്? എണീക്കാനല്ലേ പറഞ്ഞത്? ആ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല. ഇന്ന് നേരത്തെ റെഡി ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെന്തിനാണെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊരു അനിയത്തിയുള്ള കാര്യം ഓർമ്മയുണ്ടോ? കല്യാണം പോലും കഴിക്കാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് സൂക്ഷിച്ച ഒരു അനിയത്തി. അവള് പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടർ വരുമെന്ന കാര്യം മറന്നുപോയോ? നേരാണ് സുധേ, ജോലി തിരക്കിനിടയിൽ ഞാൻ ആ കാര്യം മറന്നു. ഏതായാലും എന്റെ അനിയത്തി ഭാഗ്യവതിയാണ്. ഞാൻ മറന്നാലും അവളെ മറക്കാത്തൊരു ചേട്ടത്തെ മോൾക്കുണ്ടല്ലോ. ഷൈനി മോളുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. മോള് പോയി ഷൈനിയെ വിളിച്ചോണ്ട് വാ, ചെറുക്കനൊന്ന് കാണട്ടെ. ഈ വീട് ഷൈനിയുടെ പേരിലാണ്. ഇത് കൂടാതെ 40 ഏക്കർ റബ്ബർ തോട്ടവും. ഷൈനി കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇവരുടെ അച്ഛൻ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതും ഇപ്പൊ വലിയ തുകയായിട്ടുണ്ട്. ഓഹോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്നും പ്രശ്നമല്ലെന്ന് മൂത്തു നോക്കി പറയുന്നവർ പോലും ഈ വക കാര്യങ്ങളൊക്കെ രഹസ്യമായി തിരക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? അല്ലേ അമ്മേ? ഗോപി ബാങ്കിൽ ജോലി ചെയ്യുന്നു നമ്പീശനമ്മാവും പറഞ്ഞു. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കാറിലോ ബൈക്കിലോ ഓഫീസിൽ പോകാൻ ഏതാ സൗകര്യം വെച്ചാൽ പറഞ്ഞോളൂ, ഉടനെ ശരിയാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആട്ടെ, കുട്ടിയെ വിളിക്കൂ. കണ്ടോ കണ്ടോ, ഉള്ള ആരും തുറന്നു പറഞ്ഞതിന്റെ ഗുണം കണ്ടോ? എക്സ്ക്യൂസ് മീ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഒരു വിവരം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചോളൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 1 കൊല്ലം ആവാറായി. ഷൈനി നിങ്ങൾ ഒരുമിച്ചാണ് താമസം? അല്ല, ഷൈനി മുത്തശ്ശിയുടെ താമസിക്കുന്നു, ഞാൻ എന്റെ വീട്ടിലും. എന്താ ചോദിക്കാൻ? നിങ്ങളെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വിരോധം തോന്നരുത്. കൂടെ താമസിച്ച് ഷൈനിയും നിങ്ങളെ പോലെ സംസാരിക്കാൻ പഠിച്ചിരിക്കുമോ എന്ന് ഭയന്നുപോയി. ഇപ്പൊ സമാധാനമായി. ഓ, ചുരുക്കത്തിൽ എന്നെപ്പോലെ വായാടിയാണോ എന്ന്. അക്കാര്യത്തിൽ ഗോപി പേടിക്കണ്ട, ഷൈനി ഒരു പാവമാണ്. ഗോപിക്ക് തനിയെ വല്ലതും സംസാരിക്കണോ? വേണമെന്നില്ല. ഷൈനി പാവമാണെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്. എല്ലാം തുറന്നു പറയുന്ന ചേച്ചിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ ചില പതിവ് ചടങ്ങുകളില്ലേ. ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാം. ആകട്ടെ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തൊഴിലാളികളെ ചതിക്കാനാണ് ഇത്തവണയും മാനേജ്മെന്റിന്റെ നീക്കം. കഴിഞ്ഞ വർഷം ബോണസ് മൊത്തമായി കിട്ടിയില്ല, നേര് തന്നെ. പക്ഷെ പുതിയ മിഷൻ വന്നോടെ പ്രൊഡക്ഷൻ കൂടി, ആ ഇനത്തിൽ ഇൻസെന്റീവ് കൂടിയില്ലേ. ഇത്തരം നക്കാപ്പിച്ചാകിട്ട് തൃപ്തിപ്പെടുന്ന നിങ്ങളെ വെച്ച് ഒരു തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടുനടക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ഞങ്ങളെ വിളിച്ചുകൂട്ടി എന്തിനാണ്? കമ്പനിക്ക് ലാഭമായാലും നഷ്ടമായാലും കുറഞ്ഞത് 20% ബോണസ് എങ്കിലും കിട്ടണം. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണത്. ഇതും പറഞ്ഞ് മാനേജ്മെന്റിന് നോട്ടീസ് കൊടുക്കാം. അതൊക്കെ താമസമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. സൂചനാ പണിമുടക്ക് നടത്താം. ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരും എതിരഭിപ്രായം പറയാത്ത നിലയ്ക്ക് ഈ തീരുമാനം പാസ്സായതായി കരുതാം. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ഗുഡ് ന്യൂസ്, നമ്മുടെ കമ്പനി 20% ബോണസ് തരാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെനിക്ക് നേരത്തെ അറിയാവുന്ന തന്തയില്ലാത്ത കഴിവേറി എങ്ങനെയെങ്കിലും ഒരു പണിമുടക്കുണ്ടാക്കാമെന്ന് വെച്ചാൽ. ഈയൊരു നീക്കം നേതാവ് തീരെ പ്രതീക്ഷിച്ചതല്ല. സൂചനാ പണിമുടക്കിനുള്ള ഒരുക്കത്തിനിടയിലല്ലേ ഞാൻ ആ ബോംബ് പൊട്ടിച്ചത്. സമയം എത്ര കൃത്യമായി വിനയൻ എങ്ങനെ അറിഞ്ഞു? ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാത്ത സൈന്യാധിപൻ തോറ്റത് തന്നെ. നേതാവിന്റെ അടുത്തൊരു ശിഷ്യൻ നമ്മുടെ ആളല്ലേ. അത് ശരി. എന്നാലും അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ട് ബോണസ് അനൗൺസ് ചെയ്യാമായിരുന്നു. അച്ഛൻ വരുന്നവരെ കാത്തിരുന്നെങ്കിൽ നേതാവ് ആ കുഴച്ചനെ. അവൻ എന്നോട് അത്രയ്ക്ക് വിരോധമുണ്ട്. പിന്നെ നായ തല്ലുന്ന പോലെ തല്ലിയ പ്രേമല്ലേ ഉണ്ടാവുക? എന്താ ഇത്? തുറന്നു നോക്ക്. നല്ല കളർ, എനിക്കിഷ്ടായി. എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമായിരുന്നു മഞ്ഞ. കുട്ടിക്കാലത്ത് എന്റെ ഓർമ്മകൾ മുഴുവൻ ഈ മഞ്ഞ നിറത്തോട് കലർന്നതാണ്. മുറ്റം മുഴുവൻ ജമന്തിപ്പൂക്കൾ, വേലിക്കരികിൽ പൂത്ത കാണിക്കുന്ന മഞ്ഞ സാരി ഉടുത്ത എന്റെ അമ്മ. എന്റെ എല്ലാ പിറന്നാളിനും അമ്മ എന്നെ കാവിൽ തൊഴാൻ കൊണ്ടുപോകുമായിരുന്നു. സോറി വിനയൻ, നാളെ വിനയന്റെ പിറന്നാളാണെന്ന കാര്യം മറന്നു. സാരില്ല, നാളെ നീ ഇതൊടുത്ത് നമുക്ക് ഒരുമിച്ച് കാവിൽ പോണം. ഇതറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ടൂർ ക്യാൻസൽ ചെയ്തേ. എന്റെ അമ്മേ, ഇത്ര പ്രതിഭക്തിയുള്ള ഒരു മകള്. എനിക്കെല്ലാം എന്റെ അച്ഛനാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ. ഈ ഞാൻ പോലും. അതെ വിനയൻ, ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ബലികഴിച്ച മനുഷ്യനാണ്.
മൈ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. വൈകുന്നേരം നേരത്തെ വരാം. കാവൽ പോകാൻ റെഡിയായിരുന്നു. പോകുന്ന വഴി നമുക്ക് ഷൈനിയും കൂട്ടാം. ശരി. വിനയൻ, അച്ഛൻ എപ്പോഴെത്തി? sit down. I want to talk to you. 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പോഴേ വൈകിയിരിക്കുകയാണ്. വന്നിട്ട് സംസാരിച്ച പോരെ? പോരാ, ഇരിക്കൂ. പിറന്നാൾ വിവരം നേരത്തെ പറയാത്തതിന്റെ ഗൗരവമാണ് അച്ഛന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എന്നോടും ഓഡിറ്ററോടും ആലോചിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ബോണസിനെ പറ്റി തീരുമാനിക്കാമായിരുന്നു. MD ആയപ്പോൾ ആരെയും വകവയ്ക്കണ്ട എന്നാണോ? അതുകൊണ്ടല്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനത് വിശദീകരിക്കാം. ഒരു വിശദീകരണമല്ല എനിക്ക് ആവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ബോണസ് കൂട്ടിക്കൊടുക്കാതെ നോക്കണം. അതെങ്ങനെ പറ്റും? കഴിഞ്ഞ കൊല്ലം കൊടുക്കാതിരുന്നതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് ആവർത്തിച്ചാൽ അത് തൊഴിലാളികളെ വഞ്ചിക്കുന്ന പോലാവും. കമ്പനി ഉടമസ്ഥൻ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. മനസാക്ഷിക്കെതിരായി ഞാനൊന്നും ചെയ്യില്ല. തൊഴിലാളികൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി. കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. എങ്കിൽ എനിക്ക് MD യെ മാറ്റേണ്ടി വരും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഈ സ്വത്തൊന്നും കണ്ടിട്ടല്ല സുധയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ അവളെ സംരക്ഷിക്കാമെന്ന് ധൈര്യമുള്ളതുകൊണ്ടാണ്. തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിനക്ക് ഒരു ജോലി ഞാൻ തന്നു. നല്ലവനത് കരുതി എന്റെ മകളെയും. എന്നോട് തർക്കുത്തരം പറയാൻ മാത്രം നീ അത്രമാത്രം വളർന്നു അല്ലേ? മകൾക്കൊരു ഭർത്താവിന് പകരം എന്തു പറഞ്ഞാലും തലയാട്ടുന്ന ഒരു അടിമയാണ് ഉദ്ദേശം തോന്നുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഹട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയത് തെറ്റായി പോയോ എന്ന് എനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നു. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഉപമ വളരെ നന്നായി. അതായത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ആര്യ വീട്ടിൽ കഴിയുന്ന ഞാനത് കേൾക്കണം. ഇതൊക്കെ നീയും കേട്ടതാണ്. എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നീ തയ്യാറാവണം. എന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ. ഈ കൊട്ടാര ജീവിതം എനിക്ക് മടുത്തു. എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ വരാൻ നിനക്ക് മടിയില്ല അല്ലേ? ഒന്ന് കേട്ടോളൂ. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഇവളെന്നെ വിട്ടു പോവില്ല. ഇവൾ എന്റെ മകളാണ്. ഇത്രയൊക്കെ ചോദിക്കാനും പറയാൻ ഇവിടെ എന്തുണ്ടായി? കൊടുക്കാന്ന് പറഞ്ഞ ബോണസ് പിൻവലിച്ചാൽ മതി. പ്രശ്നം അവസാനിച്ചു. ഞാനായിട്ടത് ചെയ്യില്ല. I don't want to hear anymore. വൈകുന്നേരം ഞാൻ വരുമ്പോൾ ബോണസ് പിൻവലിച്ച ഉത്തരവിന്റെ കോപ്പി എന്റെ മേശപ്പുറത്തുണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞതെല്ലാം നീയും കേട്ടതാണല്ലോ. വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? അച്ഛനൊരു പാവമാണ്. എന്നെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കില്ല. ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എത്ര കാര്യമാക്കരുത്. നീ പറഞ്ഞുകൊണ്ടുവരുന്ന എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടീശ്വരനായ നിന്റെ അച്ഛനെ പിരിഞ്ഞ് പാവപ്പെട്ടവനായ എന്റെ കൂടെ വരാൻ നീ ഒരുക്കമല്ല അല്ലേ? വിനയൻ, നമുക്കിടയിൽ ഒരു വലിയ കന്മതിൽ. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. മണി 6:30 ആയല്ലോ അമ്മവ. വിനയൻ നേരത്തെ എത്താമെന്ന് പറഞ്ഞതാണ്. അച്ഛനും വന്നില്ല. എന്താ മോളെ? എനിക്കെന്തോ സുഖം തോന്നുന്നില്ല അമ്മവ. തല ചുറ്റുന്ന പോലെ. കുടിക്കാൻ വല്ലതും? ഒന്നും വേണ്ട. ഒരു കാര്യം അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് മോളെ. ഈ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളെ ലേഡി ഡോക്ടർ ഒന്ന് പോയി കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു തടസ്സവും പറയണ്ട. സുഖമില്ലാന്ന് മോള് പറഞ്ഞ് ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ വണ്ടി വിളിച്ചോണ്ട് വരാം. സുധി എപ്പോഴും പരാതി പറയുമായിരുന്നില്ലേ? അതിന് പരിഹാരമായി. നേരെ ഡോക്ടർ. മിസ്റ്റർ വിനയനെ എന്റെ കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചേക്കൂ. മരുന്നും മന്ത്രമൊന്നും ഇല്ലാതെ കാര്യം പറ്റിച്ചല്ലോ. നല്ല മഴ, ശുഭലക്ഷണം. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മോളുടെ മുഖത്തൊരു വിളർച്ച,
നടത്തത്തിനൊരു തളർച്ച. ഏതായാലും ഇത് കേൾക്കുന്നതോടെ അങ്ങനിന്റെ ദേഷ്യമൊക്കെ പമ്പ കടക്കും. കൊച്ചുകാളന്റെ വരവ് നല്ല സമയത്തായി. അമ്മാവൻ ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചോ? നമ്പീശന്റെ വായിന്ന് വരുന്നത് ഒരിക്കലും പഴക്കൂല. വേണമെങ്കിൽ മോള് നോക്കിക്കോ. നല്ല മണി പോലത്തെ ആൺകുട്ടി അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. എന്താ ഒരാൾക്കൂട്ട? നമുക്കിടയിൽ ഒരു വലിയ കന്മതി. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. പ്രതി തന്നെ കുറ്റം നിഷേധിക്കാത്ത നിലയ്ക്ക് ഈ കോടതിയുടെ ദയക്ക് പ്രതി അർഹനാണോ എന്ന് മാത്രമേ തീരുമാനിക്കേണ്ടതായുള്ളൂ. ഒരു നിമിഷ നേരത്തെ വൈകാരിക വിക്ഷോഭത്തിന് അടിമയായി ചെയ്തു പോയ കുറ്റമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ പ്രായം, വിദ്യാഭ്യാസം, സ്വഭാവ ഗുണങ്ങൾ എന്നിവയെ കണക്കിലെടുത്ത് ഒരു കൊലക്കുറ്റത്തിന് കൊടുക്കാവുന്ന കുറഞ്ഞ ശിക്ഷ കൊടുക്കാനാണ് ഈ കോടതിയുടെ തീരുമാനം. പ്രതിയെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവിടുന്നു. ഇന്നും വിനയൻ കുഞ്ഞിന്റെ ഒരു കത്തുണ്ട്. ജയിലില്ല അന്ന് മുതൽ എത്ര കത്തുകളായി എഴുതുന്നു. മോൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ എല്ലാമായിരുന്നു അച്ഛൻ മരിച്ചന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനയനും മരിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആര് വിചാരിച്ചാലും വേർപ്പെടുത്താനാവാത്തൊരു ബന്ധം മോളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അമ്മാവാ, ഇന്നല്ലെങ്കിൽ നാളെ വിനയൻ കുഞ്ഞ് പുറത്തു വരും. എന്തൊക്കെ പറഞ്ഞാലും മോളുടെ കുഞ്ഞിന്റെ അച്ഛൻ അദ്ദേഹം അല്ലെന്ന് പറയാൻ മോളെ കൊണ്ടാവോ? ഏതോ ഒരു കയ്യബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു. ചെയ്തതോർത്ത് അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നുമുണ്ട്. കോടതിയിൽ എന്നെ കണ്ടപ്പോൾ മോളെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിക്കരഞ്ഞു. മോളുടെ കഴുത്തിൽ വിനയൻ കുഞ്ഞിന്റെ താലി ഉള്ളിടത്തോളം കാലം മോളാണ് എല്ലാം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യേണ്ടത്. വിനയനെ കാണാൻ വീട്ടിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ വരാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. എന്തു ചെയ്യാം, നേരിട്ട് കാണാതെ നിവൃത്തിയില്ലെന്ന് വന്നു. കാരണം എനിക്കറിയാം സുധേ, നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ പേരിൽ നീ എന്നോട് ക്ഷമിച്ചു. ദൈവമായിട്ട് ഇണക്കി ഈ കണ്ണി നമ്മളായിട്ട് അറക്കരുതെന്ന് നീ തീരുമാനിച്ചു. ഈ കണ്ണി വളർന്ന് ജീവിതകാലം മുഴുവൻ എന്നെ ബന്ധിക്കുന്ന ചങ്ങലയാവരുത്. അതും എന്റെ അച്ഛന്റെ കൊലയാളിയുമായി എന്നെ ബന്ധിക്കുന്ന ചങ്ങല. അത് പൊട്ടിച്ചെറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. നീ പറയുന്നത്? വിവാഹമോചനം. വേണ്ട സുധേ, മറ്റു ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നീ എന്റേതാണെന്നുള്ള ഓർമ്മകളിൽ ഞാൻ കഴിഞ്ഞോളാം. പാടില്ല. ഒരു കൊലയാളിയുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് മനസ്സില്ല, നിയമത്തിന്റെ മുന്നിൽ പോലും. ഇതാ. ഇതെന്താണ്? വിവാഹമോചനത്തിനുള്ള വക്കീൽ നോട്ടീസിന്റെ കോപ്പി. അപ്പോ എല്ലാം തീരുമാനിച്ചോണ്ട് തന്നെയാണോ നീ വന്നത്? എല്ലാം. നിങ്ങൾ എതിരെ നിൽക്കാതിരുന്നാൽ കോടതി കയറാതെ കഴിയും. 4 പേരറിഞ്ഞ് നാണക്കേട് കൂടാതെ കഴിക്കാം. അല്ല, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഉടനെ മറുപടി പറയണമെന്നില്ല. ആലോചിച്ചൊരു തീരുമാനം തന്നെ അറിയിച്ചാൽ മതി.
എല്ലാവർക്കും പഴയ പണി തന്നെയാണ്. അതെ അതെ, എന്താ സുന്ദനല്ലേ? അങ്ങനെ കഴിയുന്ന ചേട്ടാ. ആ, ഇത്തവണ ചേട്ടാ ഇവിടെ എത്ര കാലം ഉണ്ടാവും? 6 മാസം. ആ. എന്താ വകുപ്പ്? വകുപ്പോ? ഇത് തന്നെ വകുപ്പ്. ഇവളണ്ണന്റെ അതെ, സ്വന്തം തന്നെ. ഇവൾ ആളല്പം പിഴയാണെങ്കിലും എനിക്ക് ഇവളെ ഇഷ്ടമാണ്. ഇവിടെ നിന്ന് പുറത്തു പോയാൽ ഇവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും. ഏയ്, വേറൊരുത്തൻ ഇവളോട് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു. ഞാൻ അവനെ എടുത്തിട്ട് അങ്ങ് പൂശി. പിന്നെ ഇവിടത്തെ മനുഷ്യമായിട്ട് പുതിയതായിട്ട് വന്നൊരു പയ്യനാ. അങ്ങനെ തന്നെ ആളറിയാണ്ട് ശിക്ഷിച്ചു. ഇനി പുറത്തു പോയിട്ട് വേണം കാര്യമായിട്ടൊന്ന് സൽക്കരിക്കാൻ. ആ, സമയം ഒരുപാടായി. ഞാൻ ഒന്ന് ഒപ്പിട്ടിട്ട് ഇപ്പൊ വരാം. പോവാ. മണി 10 എന്നിട്ട് തന്നെ ജോലി തീർന്നില്ല. കൃത്യം 10 മണിക്ക് ഞാൻ ഡ്യൂട്ടി തുടങ്ങുമെന്ന് അറിഞ്ഞൂടെ? എന്റെ യൂണിഫോം അലക്കി തേച്ച് വെക്കാൻ പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ ഞാൻ പോയത്? എന്റെ പൊന്ന് രാമു, ഒന്ന് പതുക്കെ പറ. ഇവിടെ എല്ലാവർക്കും എന്നെ പേടിയാ, എനിക്ക് നിന്നെ പേടി. എന്നിട്ട് എന്റെ യൂണിഫോം എടുത്ത് നിങ്ങൾ ആർക്കോ കൊടുത്തു എന്ന് വാദൻ പറഞ്ഞു. നേരാണോ? അത് വിട്ടിരിക്കട്ടെ. എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ രാമു, ദൈവത്തെ ഓർത്ത് ഒച്ച വെക്കാതെ പ്ലീസ് പ്ലീസ്. മര്യാദയ്ക്ക് എന്റെ യൂണിഫോം കൊണ്ടുപോവാ, എന്നിട്ട് ബാക്കി കാര്യം. രാമുനെ ഞാനൊരു പുത്തൻ യൂണിഫോം തരാം. എന്താ പോരെ?